മഴവിൽ എന്റർടൈൻമെന്റ് അവാർഡ്സ് 2025 ടിക്കറ്റുകൾക്കായി സന്ദർശിക്കൂ QKerala.com. ഞങ്ങൾക്ക് അങ്ങനെ ഇവിടെ തെറ്റ് പറ്റാറില്ല. ഇപ്പൊ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് നിങ്ങൾ മരിച്ചുപോയി. അല്ല ഇപ്പൊ നിങ്ങൾ പറഞ്ഞപ്പോ ഈ ഇരിക്കണ ആള് മരിച്ച ആളായിരിക്കണെന്ന് പറയണത്. അതാണ് ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന ഡോക്യുമെന്റ്സ് പ്രകാരം മരിച്ചുപോയി. അപ്പൊ ഞാനിപ്പോ ജീവിച്ചിരിപ്പില്ല. ഇല്ല സാറേ നിങ്ങൾ എങ്ങനെ ഇപ്പൊ ഇത് തീരുമാനിക്കും? കഴിഞ്ഞ മാസം വരെ പെൻഷൻ മേടിച്ചാൽ ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം ചോദിക്കട്ടെ. നിങ്ങളിപ്പോ 2 ഉദ്യോഗസ്ഥരുണ്ടല്ലോ ഇവിടെ ഇല്ലേ? നിങ്ങൾ 2 ആളും അങ്ങോട്ട് മരിച്ച് ഞങ്ങൾ അങ്ങോട്ട് പറയാണ്. നിങ്ങൾ അങ്ങനെ ഗുളിക നിൽക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലോ അത് ചിലപ്പോൾ നമുക്ക് ആവശ്യമില്ലാതെ പറയാം. ഞങ്ങൾ വണ്ടിയൊക്കെ ഓടിക്കുന്ന ആൾക്കാരുണ്ട്. ഒരാൾ വണ്ടി ഇടിച്ചിട്ടും ഒരാൾ ലോറി മുട്ടിയിട്ട് മരിച്ചു. അല്ല മരിച്ചു ഞങ്ങളെ കൊല്ലാൻ വന്നതാണ്. കൊല്ലാൻ വന്നു വെച്ചപ്പോ ഇങ്ങനെ മരിച്ചു എന്ന് പറയാൻ നിങ്ങൾക്ക് യാതൊരു ഉറപ്പില്ലല്ലോ. സർക്കാർ രേഖയിലായാലും രേഖ പറഞ്ഞേ സാറ് ചിലപ്പോ ജീവിച്ചിരിപ്പുണ്ടായിരിക്കും. നിങ്ങൾ പറയണതല്ല, അതിനുള്ള രേഖ കൊണ്ടുവരൂ. ഇദ്ദേഹത്തിന് കഴിഞ്ഞ മാസം വരെ പെൻഷൻ കിട്ടില്ലേ? കഴിഞ്ഞ മാസം വരെ ഞാൻ പെൻഷൻ അങ്ങനെയാണ്. ലെറ്റർ വന്നിട്ടുള്ളൂ. ഈ മാസം പെട്ടെന്ന് ഇയാൾ അങ്ങോട്ട് മരിച്ചു പോയി എന്നുള്ള റിപ്പോർട്ടിംഗ് ഒക്കെ ആരാ തന്നെന്ന് ഞാൻ ചോദിക്കണേ. അത് തിരുത്തിയത് ആരാണ് ഇവിടെ? അതാണ് ഇപ്പൊ ഇവിടെ അറിയുന്നത്. ശ്യാമള, ആ ഫയലൊന്ന് എടുത്ത് നോക്കിയൊന്ന്. അത് വലിയ ബുദ്ധിമുട്ടാണ് സാർ. ഒരുപാട് പേപ്പേഴ്സ് ഉണ്ടായിരുന്നു. നോക്കണ്ടേ? അല്ല, കുറെ പേപ്പേഴ്സ് ഉണ്ട്. പേപ്പേഴ്സ് ഉണ്ടാവും. നിങ്ങളുടെ പണി തന്നെയല്ലേ പേപ്പേഴ്സ് നോക്കണം. നിങ്ങൾ ഷൗട്ട് ചെയ്യല്ലേ? അവര് നോക്കട്ടെ. നോക്ക് ശ്യാമള, അത് നോക്ക്. ജീവിച്ചിരിക്കണില്ല എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. ജീവിച്ചിരിക്കണ ആള് ഇവിടെ ആളിരിക്കണ്ടല്ലോ. അല്ല വേണം, അത് അറിഞ്ഞാ മതി. സാർ ഏത് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു? ഞാൻ തഹസിൽദാരായിരുന്നു. ഓ, തഹസിൽദാരായിരുന്നു. സ്പീഡപ്പ് ചെയ്യൂ ശ്യാമള, സ്പീഡപ്പ് ചെയ്യൂ. സാർ, ഇത് ഒരുപാട് പേപ്പേഴ്സ് ഉണ്ട്. അതൊക്കെ നോക്കി വന്നിട്ട് മതി. എന്തായാലും കണ്ടിട്ടേ പോകുന്നു. സാറേ, ഇതെന്താ സംഗതി എന്ന് വെച്ചാലേ, ഇദ്ദേഹത്തിന് ടെർമിനൽ സറണ്ടർ അനുവദിച്ചല്ലോ. ആ തുക കുറച്ച് എക്സസ് ആയിപ്പോയി. അപ്പൊ അത് റിട്ടേൺ ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മൾ ഇവിടുന്ന് ഒരു ലെറ്റർ അങ്ങ് അയച്ചിരുന്നു. പക്ഷെ നമുക്ക് ആ ലെറ്റർ ഇങ്ങ് തിരിച്ചു വന്നു. ആ അഡ്രസ് എക്സ്പയർഡ് ആയിന്നും പറഞ്ഞ്. ആർക്കയച്ചു? നിങ്ങളുടെ അഡ്രസ്സിലേക്ക്. ഒന്നും വന്നില്ല. ഒരു നിങ്ങൾ മരിച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് തിരിച്ചെഴുതാനായിട്ട് അയ്യോ, ഇവിടുന്ന് ലെറ്റർ അയച്ചതാണ് നിങ്ങളുടെ അഡ്രസ്സിൽ. അല്ല നിങ്ങളിപ്പോ എങ്ങടെ അയച്ചു? സാറിന്റെ അഡ്രസ്സിലോട്ട് അയച്ചത്. കെ സത്യശീലൻ, ചെമ്പകശ്ശേരി, കോഴിക്കോട്. കോഴിക്കോട് PO. ബാക്കി കോഴിക്കോട് PO, കോഴിക്കോടുകാരുണ്ട് ജില്ല. കോഴിക്കോട് PO, കരുനാഗപ്പള്ളി, കൊല്ലം ഡിസ്ട്രിക്ട്. ശരിയാണോ? അങ്ങനെയാണല്ലോ അല്ലേ? അതിലേക്കല്ലേ അയച്ചത്? അതാണെങ്കിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ലല്ലോ. അത് കിട്ടിയിട്ടുണ്ടോ? അങ്ങനെ ഇവിടുന്ന് കത്ത് വന്നിട്ട് എനിക്ക് കിട്ടും. അത് നടപടിയുള്ള കാര്യമല്ല. ഇതിപ്പോ ആള് ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ട്. അതിന് ആ പെൻഷൻ കറക്റ്റ് കിട്ടണം. അതിന് ഞങ്ങൾ എന്ത് ചെയ്യണം? അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഇയാള് ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള രേഖകൾ കൊണ്ടുവരണം. എന്ത് രേഖ? ഇത് ആധാർ കാർഡ്, ആധാർ കാർഡാണ്, ID കാർഡ്. ഇത് കൊണ്ടൊന്നും ഒരു കാര്യമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ മരിച്ചു കഴിഞ്ഞ ആളുടെ കയ്യിൽ ഇതുണ്ടാവുമല്ലോ. ആള് മരിച്ചാൽ ഇതൊക്കെ ഒന്നാമത്തെ ഇതിലത്തെ ആൾക്കാരനെ ആർക്കാ തിരിച്ചറിയണത്? ഇത് ആളെയും തിരിച്ചറിയില്ല. അത് പോട്ടെ. ഇത് പറ്റില്ല. എന്ത് എവിഡൻസാ പിന്നെ ഞങ്ങൾ ഉദ്ദേശിക്കണത്? ഞാനൊന്ന് പറയാം, നിങ്ങൾ സമാധാനമായിട്ട് കേൾക്കണം. ആയിക്കോട്ടെ. നമ്മുടെ തഹസിൽദാരെ പരിചയമുണ്ടോ? പറഞ്ഞോളി. അപ്പോ തഹസിൽദാരെ പോയി കാണുക. കണ്ടിട്ട് നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് തഹസിൽദാർ സർട്ടിഫൈ ചെയ്ത് ആ സർട്ടിഫിക്കറ്റ് മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നവും നമുക്ക് തീർക്കാം. അത് ശരി. ഇനിയിപ്പോ ഈ ഇരിക്കണ ആള് ജീവിച്ചിരിക്കണ്ടെന്ന് ഇനിയിപ്പോ തഹസിൽദാർ പറയണം. അത് വേണം. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കാം. ഇതിപ്പോ തഹസിൽദാരുടെ അടുത്താണ് ഇപ്പൊ ഈ കത്ത് വാങ്ങിക്കേണ്ടത് എന്നുള്ളത് തഹസിൽദാരായിട്ടുള്ളത് എനിക്കറിയില്ല. ഞാൻ റിട്ടയർഡ് ആയില്ല. എങ്ങായി അതുകൊണ്ടല്ലേ ഇപ്പൊ റിട്ടയർഡ് ആയത്. ഒന്നും അറിയില്ലല്ലോ ഇനിയിപ്പോ. അപ്പൊ എന്നാ ഞങ്ങൾ ഒന്ന് അന്വേഷിക്കട്ടെ കേട്ടോ. അത് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ബാക്കി ഫോർവേഡ് ചെയ്താൽ. എനിക്ക് ഇനിയിപ്പോ നേരം കളയണ്ട. ഞങ്ങൾക്ക് അങ്ങനെ തെറ്റുപറ്റാറില്ല. ഇവിടെ എല്ലാം കറക്റ്റാ. അതെ അതെ. കാലങ്ങള് നീ വരുന്നില്ല. അതല്ല കാലേ ഇല്ല. എന്നാ ശരി. അപ്പൊ എന്നാ ശരി ടോട്ടിയെ. ശ്യാമള, അത് എഴുതിയിരിക്കുന്ന അഡ്രസ്സ് ഒന്ന് വായിക്കേ. അഡ്രസ്സ് ഒന്ന് വായിച്ചു. അഡ്രസ്സ് വായിക്കൂ. അതിലെഴുതിയിരിക്കുന്ന അഡ്രസ്സ് വായിക്കൂ ശ്യാമള. കെ സത്യശീലൻ, ചെമ്പകശ്ശേരി, കോഴിക്കോട്. പിന്നെ നേരത്തെ പറഞ്ഞ കരുനാഗപ്പള്ളിയും POയും കൊല്ലമൊക്കെ എവിടെ? എഴുതിയില്ല. എന്ത് ഇറസ്പോൺസിബിൾ ആയിട്ടാണ് നിങ്ങൾ ജോലി ചെയ്യുന്നത്? ഈ അഡ്രസ്സിൽ കത്തയച്ചാൽ ഇത് നേരെ കോഴിക്കോട് പോയി.
അവിടെ പോയപ്പോൾ അവിടെ അന്വേഷിച്ചപ്പോൾ അവിടുത്തെ സത്യശീലം മരിച്ചു പോയി തിരിച്ചു വന്നു. ഈ പാവത്തിന് എന്തിനെങ്കിലും നടത്തിക്കേണ്ട ഇടയുണ്ടാക്കിയ കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ആയിട്ട് ജോലി ചെയ്യണം കേട്ടോ. അത് ഈ കൊല്ലത്ത് കോഴിക്കോട് ഉണ്ടെന്നുള്ളത് എനിക്ക് കൊല്ലത്ത് കോഴിക്കോട് മാത്രമല്ല കാസർഗോഡും ഉണ്ട്. ആണോ? എന്നെക്കൊണ്ട് പറയിപ്പിക്കരുത്, എൻ്റെ മൂക്കിന് തുപ്പത്ത് ദേഷ്യം നിൽക്കും കേട്ടോ. ആ എൻ്റെ വേറെ മറ്റൊരു മുഖം കൊണ്ട് അത് എടുപ്പിക്കരുത്. ജോലി ചെയ്യുമ്പോൾ ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത ഇഡിയറ്റ്സ്. ആ ശമ്പളം വാങ്ങാൻ ഒരു മടിയില്ലല്ലോ, ഒരു നാണമില്ല. ഇനിയിപ്പോൾ ഞാനിത് ശരിക്കും എഴുതി വെക്കണോ? ഇനി എഴുതി വെച്ചിട്ട് എന്താ കാര്യം? ഇത് ഞാൻ അവരോട് പറഞ്ഞാണ്ടല്ലോ, നിങ്ങളുടെ പണി പോവും. ഒപ്പിട്ട് കൊടുത്തത് സാറല്ലേ? അപ്പം ഞാൻ ആ കുറ്റക്കാരനല്ലേ? പിന്നെ എൻ്റെ തലയിലോട്ട് വെച്ചോളൂ അതെല്ലാം കൂടെ. ഈ വെറുതെ അതും ഇതും പറഞ്ഞിട്ട് ഇനി പ്രശ്നം ഉണ്ടാവുന്ന കണ്ട ഞാൻ സംസാരിച്ചോളാം. ഇതൊക്കെ ആളാണ്. എന്താ അറിയും ശരിക്കറിയുന്ന ആളാണ്. മൊയ്തോ കണ്ടില്ല, എന്നെ കണ്ടപാട് എണീച്ചെണിക്കല് കണ്ടില്ല. ഇരിക്കെ അല്ല, ഞാൻ കൊറേ നേരമായി ഇരിക്കണേ. അപ്പൊ ഊരൊക്കെ ഒരു പിടുത്തം, അതുകൊണ്ടൊന്ന് നിന്നതാ. എങ്ങനെയുണ്ട്? ഇരിക്കുന്നാല് ഇരിക്ക. എന്താ വിഷയം? ഒന്നും പറയണ്ട, മൂപ്പരൊരു കാര്യത്തിന് വന്നതാണ്. മൂപ്പരേ പെൻഷൻ കിട്ടണത് ഇപ്പൊ ചെറിയൊരു കൊടുത്താൽ മതിയല്ലോ. കൊടുക്കാം. ഒന്ന് വായിച്ചു നോക്കാം. അല്ല, ഇതിലിപ്പോ എന്താ പ്രശ്നം? അതിലാണല്ലോ പ്രശ്നം. എന്ത് പ്രശ്നം? ഞാൻ പറയണ സത്യശീലൻ ഞാനാണ്. ഈ മയ്യത്തായ ആള് നിങ്ങളാ? അപ്പൊ നിങ്ങളെങ്ങനെ മരിച്ചേ? ഞങ്ങള് ചോദിക്കണേ എങ്ങനെ മരിച്ചതല്ല, ആളെപ്പ എങ്ങനെ കൊന്നതെന്നാ ഞാൻ ആലോചിക്കണേ. ഞാൻ കഴിഞ്ഞ മാസം കൂടി ഈ പെൻഷൻ വാങ്ങിയതാണ്. ഇപ്പൊ ഞാൻ മരിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ലെറ്റർ വന്നിരുന്നു. അപ്പൊ സാറൊരു കാര്യം ചെയ്യും, ഇത് എത്രയും പെട്ടെന്ന് അത് ശരിയാക്കിയിട്ട് ഞാൻ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് എനിക്ക് ഞാൻ അത് കൊണ്ടു കൊടുക്കട്ടെ. അല്ല, അത് നമ്മൾ ശരിയായി തരാം. അതിന് അപേക്ഷ ഉണ്ടെന്നുണ്ടോ? പിന്നെ അപേക്ഷ കൊടുക്ക്. എന്താ നോക്കണേ, അടുത്ത് കൊടുക്ക്. ഓക്കറ്റായിരിക്കും. സത്യശീല, ഞാൻ ഈ താലൂക്കിൽ ഈ സീറ്റിലിരിക്കുന്ന സമയത്ത് ഈ താലൂക്കിലുള്ള സകലമാന വികസനവും ഉണ്ടാക്കിയിട്ടുള്ളതാ. അതിന് മുമ്പും ഉണ്ടായിട്ടില്ല, അതിന് ശേഷം ഉണ്ടായിട്ടില്ല. അത് ഞാൻ കേട്ടിക്കണ്. നിങ്ങള് ഈ താലൂക്കിലുള്ള സമയത്താണ് ഈ താലൂക്കില് കംപ്ലീറ്റ് വയല് തകർത്തി, കംപ്ലീറ്റ് കുട്ടിച്ചോറാക്കി, വലിയ വലിയ വീടും വെച്ച് ഒരു മഴ പെയ്താൽ താലൂക്ക് കംപ്ലീറ്റ് വെള്ളത്തിലാവും. അത് വളരെ കറക്റ്റ് സാറേ, ഞാനും അങ്ങനെ കേട്ടത്. ആൾക്കാർക്ക് വീടില്ലാണ്ട് ഇപ്പൊ വെള്ളം കുടിക്കാൻ എന്താ കാര്യം? അപ്പൊ കോയ സാറേ, ഇതിൽ ഞാൻ സൈൻ ചെയ്തിരിക്കണം. ഇത് വില്ലേജ് ഓഫീസർക്ക് കൊടുത്തിട്ട് അവിടുത്തെ റിപ്പോർട്ട് കൊണ്ട് മേടിച്ചോളി. ഇനിയിപ്പോ വില്ലേജ് ഓഫീസിൽ പോണോ? വില്ലേജ് ഓഫീസർ ഇങ്ങോട്ട് റിപ്പോർട്ട് തരാണ്ട് ഞമ്മക്കൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ. എന്താ അങ്ങനെ പറയണോ? അതിപ്പോ തഹസിൽദാർക്ക് ഉത്തമ ബോധ്യം എന്താ വെച്ചെങ്കിൽ പിന്നെ വില്ലേജ് ഓഫീസറിന്റെ ഒരു റിപ്പോർട്ടിന്റെ കാര്യം ഉണ്ടോ? അല്ല, അതൊക്കെ നേരാണ്. ഭാവിയിൽ ഇത് ആരെങ്കിലും കുത്തിപ്പൊക്കി വല്ലോ കേസും കാര്യങ്ങളൊക്കെ ആക്കിയാലേ മൂപ്പരെ തടിമിലെ പിടിക്കുള്ളൂ, ഞമ്മക്കൂരാലോ. ആര് കുത്തിപ്പോക്കാനാണ് സാറേ? ഇതിപ്പോ വില്ലേജ് ഓഫീസർ തരണതാണോ അതോ സാറിന് മുമ്പിൽ ഞാൻ ഇരിക്കുന്നതല്ലേ? ആളിപ്പോ മരിച്ചിട്ടില്ലാത്ത ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞപ്പോ തെറ്റായിട്ടുള്ള ഒരു ഇത് വന്നിരിക്കുകയാണ്. അത് ഇല്ല എന്നുള്ളത് സാറൊരു തെളിവ് തരണോ, അത്രയല്ലേ ഉള്ളൂ. അല്ല, അതില് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ട്, അതാണ് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അത് എന്തെങ്ങൾക്ക് ഇത്ര പേടി എന്തൊക്കെ അത് മനസ്സിലാവില്ല. എന്താ പേടിക്കാനുള്ളത്? അത് പേടിച്ചിട്ടല്ല, അതിപ്പോ ഞമ്മക്ക് പെരയില് 4 മക്കളാ, 4 ആൺകുട്ടികളാ. ആരും ഒരു ബൈക്ക് എത്തിയിട്ടുമില്ല. അപ്പൊ അതിന്റെ ഒരു വിഷമമുണ്ട്. ഞാൻ ഗ്യാരണ്ടി പറഞ്ഞു ഇതിന്റെ മുകളിൽ ഒരു പ്രശ്നം ഉണ്ടാവും. അല്ല, സംഭവങ്ങൾ ഗ്യാരണ്ടി. ഞമ്മക്കിപ്പോ 10 വർഷം കൂടി ഇവിടെ സർവീസ് ഉണ്ട്. നിങ്ങൾക്ക് എത്ര വർഷം ആയുസ് ഉണ്ടെന്ന് ഞമ്മക്ക് അറിയില്ല. ഒരു പനി മതിന്ന് ആളടിച്ചു പോയി. ആരെ വിശ്വസിച്ചിട്ടാ ഞാൻ അതൊക്കെ തരിക? നിങ്ങൾ ചെല്ലി വില്ലേജ് ഓഫീസറെ അടുത്ത് റിപ്പോർട്ട് വാങ്ങി വരി, അപ്പൊ ശരിയായി തരാൻ. പിന്നെ അത് വാങ്ങി വരാനല്ലേ? മറിമായം